സച്ചി വെറും കുടിയനാണെന്ന് ശ്രുതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് മാറി നിന്നും കേൾക്കുകയാണ് രേവതി. രേവതി ഏട്ടത്തിയുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. എങ്ങനെ ഒരു കുടിയന്റെ കൂടെ ജീവിതം ജീവിച്ചു തീർക്കും? എന്റെ ഹസ്ബൻഡ് ശ്രീ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. അങ്ങനെ വർഷ പറയുമ്പോ, അതെ വർഷ, എന്റെ ശ്രുതിയും ഇതുവരെ മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. ആ സച്ചി നമ്മുടെ ഭർത്താക്കന്മാരെ കണ്ടു പഠിക്കട്ടെ എന്നു പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ശ്രുതി. കൂടെ വർഷയും ചിരിക്കുന്നത് കണ്ട് രേവതിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സച്ചിയേട്ടന്റെ കൂടി മാറ്റണം. ഇല്ലെങ്കിൽ എല്ലായിടത്തും അപമാനിക്കപ്പെടുന്നത് ഈ ഞാനാണ്. ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് മനസ്സിൽ തീരുമാനിച്ച് രേവതി സച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇനി മുതൽ മദ്യം കൈകൊണ്ട് പോലും തൊടാൻ പാടില്ല എന്ന് രേവതി പറഞ്ഞപ്പോ, അതുമാത്രം നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് നിനക്കറിഞ്ഞൂടെ രേവതി? ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് പൂകെട്ടുന്ന ഒരു സ്ത്രീ രേവതിയുടെ അടുത്തേക്ക് വന്ന്, നീ വിഷമിക്കണ്ട രേവതി, മദ്യപാനം നിർത്താനുള്ള ഒരു മരുന്ന് എനിക്കറിയാം, ഞാനത് നിനക്ക് വാങ്ങിത്തരാം. പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ മരുന്ന് വാങ്ങി രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. രേവതി നല്ല സന്തോഷത്തില് ആ മരുന്നുമെടുത്ത് വീട്ടിലേക്ക് നടക്കുവാണ്. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി അതിലാരും കാണാതെ മരുന്ന് കലർത്തുകയാണ് രേവതി. ഇത് കഴിക്കുന്നതോടെ സച്ചേട്ടന്റെ കുടി എന്നേക്കുമായി നിൽക്കും. ഇനി ആരും എന്റെ ഭർത്താവ് ഒരു കുടിയനാണെന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ രേവതി അതവിടെ വെക്കുമ്പോ അവൾക്കൊരു കോൾ വരികയാണ്. ആ കോൾ എടുക്കാനായി രേവതി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ചന്ദ്രമതി കിച്ചണിലേക്ക് കയറി വരുവാണ്. ഇതാർക്കാ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഞാൻ അവളോട് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓ അത് ശരി, ആ സച്ചിക്ക് വേണ്ടിയായിരിക്കും ഇവള് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നേ. അവൻ അങ്ങനെ ജ്യൂസ് കുടിക്കണ്ട, ഇത് ഞാൻ കുടിക്കാൻ പോവാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് കുടിച്ച് തീർക്കുവാണ് ചന്ദ്രമതി. അപ്പോഴേക്കും സച്ചി സവാരിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഇരിക്ക്, കുടിക്കാൻ ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുക്കാം, ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോയപ്പോ ചന്ദ്രമതി ജ്യൂസ് കുടിക്കുന്നത് അവള് കാണുന്നുണ്ട്. അമ്മ ആ ജ്യൂസ് സച്ചിയേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാ എന്ന് രേവതി പറയുമ്പോ, അറിയാമെടി, സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അല്ലേ? അവന് നീ ജ്യൂസ് അല്ല കൊടുക്കേണ്ടത്, വല്ല മദ്യവും വാങ്ങിച്ചു കൊടുക്ക് എന്ന് കളിയാക്കിക്കൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അയ്യോ, അമ്മ മരുന്ന് കലർത്തിയ ജ്യൂസാ ഇപ്പൊ കുടിച്ചത്, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഇക്കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞാലോ? വേണ്ട, അമ്മ ഞാൻ മനഃപൂർവ്വം കലർത്തി കൊടുത്തതാണെന്ന് പറഞ്ഞ് എന്നെ വഴക്കു പറയും എന്നൊക്കെ ആലോചിച്ച് രേവതി ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് വയറുവേദനയും വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്റെ ശരീരം തളരുന്നു രവിയേട്ടാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബെഡിലേക്ക് വീണ് കിടക്കുവാണ്. കാലത്ത് നിനക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ചന്ദ്രേ, പെട്ടെന്ന് ഇത് എന്തു പറ്റി എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. എനിക്കറിയില്ല രവിയേട്ടാ, ഞാനിപ്പോ ചത്തുപോവെന്നാ തോന്നുന്നേ, വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞ് ചന്ദ്രമതി അവിടെ കിടന്ന് നിലവിളിക്കുവാണ്. അമ്മ എന്തു പറ്റി? എന്താ നെറ്റിയിൽ നല്ല ചൂടുണ്ടല്ലോ, നല്ല പനിയാണെന്ന് തോന്നുന്നു, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോവാം. ഈ അവസ്ഥയിൽ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറ്റില്ലല്ലോ എന്നു പറഞ്ഞ് സച്ചി ഡോക്ടറെ വിളിക്കാനായി പോവുകയാണ്. ആന്റി പേടിക്കാതിരിക്ക്, സച്ചി ഇപ്പോൾ ഡോക്ടറുമായി വരുമല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് രേവതി ആ സ്ത്രീയെ കോൾ ചെയ്ത് മരുന്ന് മാറിയ കാര്യമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. മോള് പേടിക്കണ്ട, മരുന്ന് കുടിച്ചത് മാറിപ്പോയാലേ ജീവൻ ആപത്തൊന്നും സംഭവിക്കില്ല, നീ പേടിക്കാതിരിക്ക്. പക്ഷേ ശരീരം മൊത്തം നല്ല വേദനയായിരിക്കും, 1-2 ആഴ്ച ഈ അവസ്ഥയിൽ തന്നെ കിടക്കും, ഓക്കെ ആവാൻ ടൈം എടുക്കും, പക്ഷെ പേടിക്കാനൊന്നുമില്ല എന്നവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ വന്ന് ചന്ദ്രമതിയെ പരിശോധിച്ച് ഇഞ്ചക്ഷൻ വയ്ക്കുവാണ്. ഇതിൽ ഞാൻ ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട്, ഫുഡ് പോയിസൺ ആണ്, ഒരു 2 ദിവസം കഞ്ഞി മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫുഡ് പോയിസൺ ആവാൻ മാത്രം ആന്റി എന്തായി കഴിച്ചത് എന്ന് ചോദിച്ച് വർഷ എത്തുകയാണ്. കാലത്തെല്ലാവരും ഇഡലിയല്ലേ കഴിച്ചത്, അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ലല്ലോ, നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഞാൻ കാലത്ത് ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, രേവതി ഉണ്ടാക്കി വെച്ചത് എന്ന് പറയുവാണ് ചന്ദ്രമതി. അത് കേട്ട് ശ്രുതി അത് വല്ല ചീഞ്ഞ ഓറഞ്ചും ആയിരിക്കും എന്ന് പറയുമ്പോൾ രേവതി മുന്നോട്ട് വന്ന്, അത് അങ്ങനെയല്ല ശ്രുതി, ജ്യൂസ് ഞാൻ സച്ചേട്ടന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്, ആ ജ്യൂസിൽ ഞാൻ ഒരു മരുന്ന് കലർത്തി വച്ചിട്ടുണ്ടായിരുന്നു എന്ന് രേവതി സമ്മതിക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കാവുകയാണ്. എടി നാശം പിടിച്ചവളെ, നീ എന്തു മരുന്നാടി എനിക്ക് കലർത്തി തന്നത്? എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ ഇവൾ ഇത് ചെയ്തത്
എന്ന് പറഞ്ഞ് ചന്ദ്രമതി നിലവിളിക്കുവാണ്. അമ്മ പേടിക്കണ്ട, അത് സച്ചേട്ടന്റെ കുടി നിർത്താനുള്ള മരുന്നാണ്, ഒന്നും സംഭവിക്കില്ല എന്ന് രേവതി പറയുമ്പോ, ഇവള് കാരണമാണ് എനിക്ക് ഈ അവസ്ഥയുണ്ടായത്. കുറച്ചു നേരം എന്റെ ജീവൻ തന്നെ പോയില്ലേ. അവന്റെ കുടി നിർത്താൻ അനുഭവിച്ചത് മൊത്തം ഈ ഞാനാണ്. ഞാൻ കിടക്കയിനൊന്ന് എഴുന്നേറ്റോട്ടെ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നു പറഞ്ഞ് പൊട്ടിക്കരയുവാണ് ചന്ദ്രമതി. ചന്ദ്രെ, നീ മിണ്ടാതിരിക്ക്. രേവതി ഒന്നും കുറ്റം പറയണ്ട. അവൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് എടുത്ത് കുടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? നീ സ്വയം എടുത്ത് കുടിച്ചതല്ലേ, അതിന് രേവതിയെ കുറ്റം പറയണ്ട എന്നച്ഛൻ പറയുന്നുണ്ട്. അത് കുടിച്ച് എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ എന്നു പറഞ്ഞ് ചന്ദ്രമതി രേവതിക്ക് നേരെ വന്നപ്പോ എഴുന്നേൽക്കാനാവാതെ അവിടെ തന്നെ തളർന്നു കിടക്കുവാണ് ചന്ദ്രമതി. രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ നല്ലതിന് വേണ്ടിയാണ് രേവതി ഇതൊക്കെ ചെയ്തത്. അതിന് ആരും അവളെ കുറ്റം പറയാൻ വരണ്ട. ഞാൻ ഇന്നത്തോടെ കുടി നിർത്താൻ പോവാണ്. അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി നല്ല ദേഷ്യത്തില്, ഞാനും ഒരു തീരുമാനം എടുത്തു. ഇനി രേവതി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല. ഇവളെനിക്ക് വിശ്വാസമില്ല. ഇനി എനിക്ക് എന്താ കലർത്തി തരുവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവളുടെ കൈകൊണ്ട് ഒരു പച്ച വെള്ളം പോലും ഞാൻ വാങ്ങി കുടിക്കില്ല എന്ന് തീരുമാനിക്കുവാണ്. ചന്ദ്രെ, നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിന്റെ തീരുമാനത്തിന് അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമായിരിക്കും. കാരണം ഈ വീട്ടിൽ മറ്റു മരുമക്കൾ രണ്ടും അടുക്കളയിൽ കയറാറില്ല. അതുകൊണ്ട് രേവതി മാത്രമാണ് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നേ. അതുപോലും നിനക്ക് കിട്ടാതാവും. നീ ആലോചിച്ചാ നിനക്ക് നല്ലത് എന്ന് പറയുവാണ് രവിയേട്ടൻ.